ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീട്ടിലൊക്കെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. ഇത് ബ്ലൂ വന്നിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം വന്നിട്ട് പാത്രം കഴുകാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ബ്ലൂ സാധാരണ ഞാൻ ഗ്രീനാണ് വാങ്ങുന്നത്. ഇപ്രാവശ്യം പോയപ്പോൾ അതില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങുന്നത് നമ്മൾ കരമനയിൽ സുപ്രീം ട്രേഡേഴ്സ് എന്നാണ്. ഇതൊരു ഹോൾസെയിൽ കടയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബോട്ടിൽ 50 രൂപയാണ് കേട്ടോ അവർ വാങ്ങുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ ഫിനോയിൽ കിട്ടിയില്ല, അതിന് പകരം ഒരു കൺവെർട്ടറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചു. അതങ്ങ് വാങ്ങി. അപ്പോൾ അവർ പറഞ്ഞ അതേ മെത്തേഡിലാണ് ചെയ്ത് നോക്കിയത് കേട്ടോ. അവർ പറഞ്ഞ 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൽ 2 അടപ്പ് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ഞാൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ എപ്പോഴും എൻ്റെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ബോട്ടിൽ തന്നെ ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തു, ഇതിൽ 2 അടപ്പ് കൺവെർട്ടർ ഒഴിച്ചു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അടപ്പിട്ട് നന്നിട്ട് അടച്ച് ഒന്ന് മിക്സ് ചെയ്ത സമയത്ത് എൻ്റെ ബോട്ടിൽ ലീക്കായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് മൊത്തം കുറച്ച് തറയിലൊക്കെ വീണായിരുന്നു. പക്ഷെ അത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി കറക്റ്റ് വൈറ്റ് കളറായി കേട്ടോ. അപ്പോൾ തറയിൽ വീണ സമയത്ത് നല്ല മണമായിരുന്നു അവിടെയൊക്കെ. ശരിക്കും അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മണം തന്നെ എനിക്ക് കിട്ടിയിട്ട് നല്ല മണമായിരുന്നു. പിന്നെ അവർ തരുമ്പോൾ കുറച്ചും കൂടെ തിക്കാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായി, എന്നാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് ഡയറക്റ്റ് യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ പ്രശ്നം. എന്തായാലും അടിപൊളി മണമായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ പരീക്ഷണം വിജയിച്ചു. അങ്ങനെ നിങ്ങളും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത് പറയണം കേട്ടോ, കമൻറ്റായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.